അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ സ്മൂത്തി തയ്യാറാക്കാൻ പോവാണ്. ബനാന ആൻഡ് നട്ട്സ് ഓട്സ് സ്മൂത്തി. ഇനി ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓട്സ് തയ്യാറാക്കാൻ വേണ്ട ചേരുവകൾ: ഇൻസ്റ്റൻറ്റ് ഓട്സ് 1/2 കപ്പ്, വെള്ളം 1/2 കപ്പ്, നന്നായി വേവിച്ച ഓട്സ് 1/2 കപ്പ്, അധികം പുളിയില്ലാത്ത കട്ടത്തൈര് 1/2 കപ്പ്, കപ്പലണ്ടി 1/4 കപ്പ്, ബദാം 6 മുതൽ 8 എണ്ണം വരെ വെള്ളത്തിൽ കുതിർത്തത്, റോബസ്റ്റ പഴം 1 എണ്ണം, തേൻ 2 ടേബിൾ സ്പൂൺ. അപ്പോൾ നമ്മളുടെ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ റെഡിയാണ്. ബനാനയാണ് പ്രധാന ഇതിലെ ഒരു നായകനെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ഒരു റോബസ്റ്റ പഴം, പിന്നെന്താ വേവിച്ച ഓട്സ് 1/2 കപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ വേവിച്ച ഓട്സ് 1/2 കപ്പ് നല്ല തണുത്തിരിക്കുവാണ്, അത് ബ്ലെൻഡറിലേക്ക് മാറ്റാം. ഇതിൻ്റെ കൂടെ കപ്പലണ്ടി, പീനട്ട്സ്, ഇത് ബനാന നട്ട്സ് അല്ലേ, അപ്പോൾ പീനട്ട്സ് ഒരു 1/4 കപ്പ് വരെ ആകാം. കപ്പലണ്ടിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ചിട്ടാണ് ചേർക്കേണ്ടത്. പിന്നെ കുതിർത്ത ആൽമണ്ട്സ് എന്ന് പറഞ്ഞാൽ ബദാം, അതും എണ്ണമൊക്കെ നമ്മൾക്ക് തീരുമാനിക്കാം, 6 7 8 എത്ര വേണമെങ്കിലും. ഇനി പഴം, പിന്നെ നട്ട്സിൻ്റെ കൂട്ടത്തിൽ ഇനി വേണമെങ്കിൽ പിസ്ത ചേർക്കാം, വാൾനട്ട്സ് നിർബന്ധമായി ഉണ്ടെങ്കിൽ ചേർക്കുക, അതെല്ലാം ചെയ്യാം. ഇനി നല്ല പഴുത്ത റോബസ്റ്റ പഴം മുറിച്ചിടാം. ഇനി നല്ല കട്ടിയുള്ള അധികം പുളിക്കാത്ത തൈര് യോഗർട്ട് ചേർത്തു. ഇത് പഞ്ചസാര ചേർത്ത് കഴിച്ചാൽ ഭയങ്കര സ്വാദായിരിക്കും, 2 3 4 ടേബിൾ സ്പൂൺ ഷുഗറൊക്കെ ചേർത്തിട്ട്. പക്ഷെ നമ്മളതൊന്നും ചേർക്കുന്നില്ല, നമ്മൾ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളിനി എന്താ ചെയ്യുന്നത്, തേൻ തന്നെയാണ് ഇവിടെ ഒഴിക്കുന്നത്. ശുദ്ധമായ തേൻ. അപ്പോൾ തേനിൻ്റെ അളവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്തായാലും ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഒരു മിനിമം മധുരമേ ഉണ്ടാവുള്ളൂ, മധുരത്തിന് ഞാൻ വലിയ ഫോക്കസ് കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. ഇനി നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ബ്ലെൻഡായി കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ സെക്കൻഡ് സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു, ബനാന ആൻഡ് നട്ട്സ് ഓട്സ് സ്മൂത്തി. ഇനി ഇതെന്താ ചെയ്യേണ്ടത്, ഇനി ഒന്നും ചെയ്യാനില്ല. ഇത് നമ്മൾ ഗ്ലാസ്സിലേക്ക് പകർന്നാൽ മാത്രം മതിയാകും. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം തേനൊഴിച്ച് അലങ്കരിക്കാം.
അങ്ങനെ സ്വാദിഷ്ടമായ കുറുകുറാന്നുള്ള നല്ല കുറുകിയ സ്മൂത്തി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതിനൊരു ചെറിയ നട്ടി ഫ്ലേവർ ഉണ്ടാകും. കപ്പലണ്ടിയുടെയും ആൽമണ്ട്സിൻ്റെയും പഴത്തിൻ്റെയും എല്ലാം കൂടി ചേർന്ന ഒരു സ്വാദായിരിക്കും. ഞാൻ ഈ പറഞ്ഞ അളവ് തേനാണെങ്കിൽ മിതമായ മധുരം ഉണ്ടാവും. ഇനി ഇത് നല്ല സ്വീറ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആരോഗ്യം നോക്കണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാം. ഇനി പക്ഷേ ഞാൻ ആ ഉദ്ദേശത്തിലല്ല ഇത് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഹണി തന്നെ ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ റെഡിയായി. കണ്ടല്ലോ, 2 സ്മൂത്തി. നല്ല ഭംഗിയില്ലേ? അപ്പോൾ ഇത് ശരിക്കും ഇപ്പം 4 പേർക്ക് കഴിക്കാം. ആക്ച്വലി രാവിലെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുമ്പോൾ ഇത് ഒരാൾ കഴിച്ചാൽ മതി. ഇതൊരാൾ, ഇതൊരാൾ. അപ്പോൾ രണ്ടും കൂടി ചേർത്തൊരു വലിയ ഗ്ലാസ്സിലാക്കി കുടിക്കുക. അപ്പോൾ ഉച്ചവരെയുള്ള എനർജി കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. അങ്ങനെ നമ്മളുടെ ഇന്നത്തെ 2 സ്മൂത്തീസ് എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഈ 4 ഗ്ലാസ്സിലായിട്ട് വെച്ചിരിക്കുവാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിക്കാവുന്നൊരു കാര്യമാണ്. കുഞ്ഞുങ്ങൾക്ക് പ്രത്യേകിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മടി കാണിക്കുന്നവർ, പെട്ടെന്ന് പോകാൻ തിരക്ക് കൂട്ടുന്നവർ, ഇവർക്കെല്ലാവർക്കും പെട്ടെന്ന് ചെയ്തു കൊടുക്കാൻ പറ്റിയൊരു കാര്യമാണ്. ഓട്സ് ഉണ്ടാക്കുന്ന താമസം പോലും വേണ്ട. തലേ ദിവസം ഓട്സ് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി. പിന്നെ എന്താ, ഒരു ബ്ലെൻഡർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. അപ്പോൾ പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച സ്മൂത്തീസ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് കൗണ്ടിലൂടെ